ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എന്താണെന്ന് പറയട്ടെ. നിങ്ങൾ കരുതും ഇതെന്താ ഇലയൊക്കെ ഉണ്ടല്ലോ എന്ന്. എന്താ ഇതെന്ന് അറിയാവോ? ഒരു ചപ്പാത്തിയാണെന്നേ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതാണ് ഫ്രണ്ട്സ് മെന്ത്യ ലീവ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ അല്ലേ. ഇത് നല്ല ഗുണങ്ങളുള്ളതാണ് ഫ്രണ്ട്സ്. ബാക്ക് പെയിന് കുറയ്ക്കാനും ഷുഗർ, കൊളസ്ട്രോള്, BP എല്ലാം കുറയ്ക്കാനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ്. ഇതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത്രയും നല്ല ഫ്രഷ് ആയിട്ട് നമുക്കിത് കിട്ടിയേക്കുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് വളർത്തി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. ചപ്പാത്തി മാത്രമല്ല ഫ്രണ്ട്സ്, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു റൈസും റെഡിയാക്കി എടുക്കാൻ പറ്റും. ടൊമാറ്റോ റൈസ് ഒക്കെ പോലെ തന്നെ മെന്തിയ വെച്ചിട്ട് നമുക്കൊരു പലാവ് പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്താവേ. ഇലയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. ഇതേപോലെ ഒന്ന് കുഴച്ച് കിട്ടണേ. ഇപ്പം തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കാവേ. റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെയുള്ള 8 ബോൾസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ് ഫ്രണ്ട്സ്. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെ ഇത് റെഡിയാക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണേ. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. തവ ഇപ്പം ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചപ്പാത്തി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാവേ. ഇട്ടൊരു 2 മിനിറ്റ് ശേഷം ചെറിയ ബോളായിട്ട് പൊങ്ങി വരുമ്പോൾ മാത്രമേ നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കാവേ. ചെറുതായിട്ട് ബോൾസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണേ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതും അതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഞാനിതിപ്പോൾ എടുത്തേക്കുന്ന തൈരാണേ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. ഉലുവയിലയുടെ കയ്പ് ഒന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ.